أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. تفسير الجلالين مفتي إرامة سبق. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تخاطبني في الذين ظلموا إنهم مغرقون. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കപ്പലിൽ അദ്ദേഹം വിസർജിച്ചവരെയും മൃഗാദി പക്ഷികളെയും കയറ്റിയതിൻ്റെ കഥയായിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് കപ്പലിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെതായ കന്നാൻ എന്ന മകനെയും കപ്പലിൽ കയറ്റിയില്ല. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു തആല പറയുന്നത് വലാ തുഖാതിബിനി ഫില്ലദീന ളലമൂ ഇന്നഹും മുഗ്റഖൂൻ. വലാ തുഖാതിബിനി, എന്നോട് നിങ്ങൾ ഖിതാബിടണ്ട, അതാ എന്നോട് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതില്ല. ഫില്ലദീന ളലമൂ, അക്രമികളായ ആളുകാര്യത്തിൽ എന്നോട് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതില്ല. കാഫിറുകളുടെ കാര്യത്തിൽ അങ്ങനെ തർക്കീലാക്കി എങ്ങനെ അവൻ നശിപ്പിക്കലിനെ ഉപേക്ഷിക്കണം എന്നതുകൊണ്ടുള്ളതായ ഒരു സന്ദേശം നിങ്ങൾ എനിക്ക് തരാൻ പാടില്ല എന്നുള്ള പറയാം. ഇന്നഹും മുഗ്റഖൂൻ, അവരൊക്കെ കൊല്ലപ്പെടുന്നവരാകുന്നു. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ നിങ്ങൾ വിലപിച്ച് എന്നോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ അള്ളാഹ് പറയാ. ഇനി കപ്പലിൽ കയറിയുള്ളതായ അതിൻ്റെ മര്യാദ പറയാം. فإذا استويت أنت ومن معك على الفلك فقل الحمد لله الذي نجانا من القوم الظالمين. فإذا استويت, നിങ്ങൾ സമമായി, കപ്പലിൽ കയറി സമമായി, അതായത് നിങ്ങൾ ചൊവ്വായി, അന്ത നിങ്ങളും മമ്മമാഴക്ക നിങ്ങൾ കൂടെയുള്ളവർ കപ്പലിൽ കയറി ചൊവ്വായി കപ്പലിൽ കയറി കുത്തിയിരുന്ന് ഫഖുൽ, നിങ്ങൾ പറയണം അൽഹംദുലില്ലാഹി الذي نجانا من القوم الظالمين. അൽഹംദുലില്ലാഹ്, സർവ്വസ്മ അല്ലാഹ്, നമ്മളെ രക്ഷപ്പെടുത്തി, മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തിയ അല്ലാഹുവിനാണ് സർവ്വസ്തുതിയും. കാരണം നബിനെയും ജയിച്ചവരെയും വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടല്ലോ കൗമികളൊക്കെ. അൽ കാഫിരിനെ, കാഫിരിങ്ങൾ തൊട്ട് വേണ്ട ഈ ലാലിമൻ ദേശിക്കുന്ന കാഫിരിങ്ങൾ വഹീലാക്കിയും, അപ്പം എന്താണ് അവരെ ഈലാക്കില്ലെന്നും, അപ്പോൾ എന്താണ് നജാനമിനെ ഖൗമിൽ ളാലിമീൻ കാഫിരിനെ വഹീലാക്കിയും അവരുടെ നശിപ്പിക്കലിൽ നിന്നും കാഫിരികളിൽ നിന്നും എന്താണ് നമ്മളെ രക്ഷപ്പെടുത്തി. നജാന മിനൽ ഖൗമിൽ ളാലിമീൻ കാഫിരിനെ വഹീലാക്കിയും, അവരെ നശിപ്പിക്കലിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. അവരൊക്കെ നശിച്ചു, നമ്മളെ നശിപ്പിച്ചില്ല, അവരുടെ ബുദ്ധി നമ്മൾ നശിപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ അതിന് കാണും അല്ലാഹു തആല സർവസ്തുതി എന്ന് പറഞ്ഞു. നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു. വഖുൽ, അതിൻ്റെ പുറമെ നിങ്ങൾ ഒന്നും പറയണം. വഖുൽ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ വഅൻത ഖൈറുൽ മുൻസിലീൻ. ഇനി പ്രത്യേകമായ ഒന്നാ, അതായത് നമ്മളൊക്കെ ഇത് ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ യാത്ര പോയിട്ട് ഇതൊക്കെ പറഞ്ഞ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹി സഹറനാദാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ യാത്ര തിരിക്കുന്ന സ്ഥലത്ത് എത്താൻ നേരം പറയൽ സുന്നത്തുണ്ട്. റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ വഅൻത ഖൈറുൽ മുൻസിലീൻ എന്ന് പറഞ്ഞ സുന്നത്തുണ്ട്. എന്നാൽ അല്ലാഹു തആല യാത്രയിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ തൊട്ടോ രാത്രി ഇറങ്ങി താമസമല്ല വിഷമങ്ങൾ തൊട്ടും അല്ലാഹു തആല നമ്മളെ രക്ഷിക്കും എന്ന അതാ. വഖുൽ, നിങ്ങൾ പറയണം, നിങ്ങൾ ഇറക്കത്തിൽ മിനൽ ഫുൽകി, കപ്പലിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ കപ്പലിൽ നിങ്ങൾ ഇറങ്ങുമ്പം അതിൽ നിങ്ങൾ പറയണം റബ്ബി അൻസിൽനി, എൻ്റെ രക്ഷിതാവേ, അൻസിൽനി, എന്നെ നീ ഇറക്കണം, മുൻസരൻ, ഒരു ഇറക്കൽ, ബിളമ്മിൽ മീമി മുബത്തീസായി, മുൻസരൻ എന്താണ് മസ്തറുൻ, മസ്തറാക്കും, മുൻസരൻ ഇറക്കണം അല്ലേ എന്ന് വായിക്കാം. അല്ലെങ്കിൽ ഇസ്മക്കാനാണ്, മുൻസരൻ ഇസ്മക്കാനുമാവുക. അപ്പോൾ ഇസ്മക്കാന മുൻസരൻ റബ്ബി അൻസിൽനി മുൻസരൻ, ഞങ്ങൾ നീ ഇറക്കണം, മുൻസരൻ ഒരു സ്ഥലത്ത്, രണ്ട് സ്ഥലം മുബാറകൻ, ബർക്കത്താക്കപ്പെട്ട സ്ഥലത്ത് ഇറക്കണോ എന്ന് വായിക്കാം. മുൻസരൻ മസ്തറായിട്ട് വായിക്കാം, ഇസ്മക്കാനായിട്ട് വായിക്കാം. ഇനി നീമിന് പത്തൊന്ന് വായിക്കാം മന്ദരൻ, മന്ദിരൻ, മന്ദിരൻ ഒരു സ്ഥലത്ത്, അമ്പ്യാന്തിനി മന്ദിരൻ മുബാറക്കൻ, ബർക്കത്താക്കുന്ന സ്ഥലത്ത്, ബർക്കത്തമാൻ തന്നെ ആയിട്ട് പിന്നെ മക്കാൻ തന്നെ മക്കാരൻ നിസുരി ഇറങ്ങുന്ന സ്ഥലവും നടത്താണ്ട്. അന്തിന് മന്ദിരൻ ഒരു സ്ഥലത്ത്, മുബാറക്കൻ ബർക്കത്താക്കപ്പെട്ട സ്ഥലത്ത്. അപ്പം മുൻസരൻ വായിക്കുമ്പോൾ മസ്റ ഇസ്മക്കാനായിട്ടും വരും. ബർക്കത്താക്കപ്പെട്ട ഇറക്കണം, അല്ലെങ്കിൽ ബർക്കത്താക്കപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾ ഇനി ഇറക്കണം. അങ്ങനെ രണ്ട് രീതി, രണ്ട് ഖിറാഅത്തുണ്ട്. ദാരിക്കൽ ഇൻസാൻ, എന്താണ് ബർക്കത്താക്കപ്പെട്ടായിക്കണം. ദാരിക്കൽ ഇൻസാൻ, ആ ഇറക്കൽ ഒരു ബർക്കത്തായിക്കണം.
ബർക്കത്താക്കട്ടെ. അപ്പം റബ്ബി അന്തിലെ മുന്തനും ബാർക്കും ബർക്കത്താക്കപ്പെട്ട ഇറക്കലിന് ഇറക്കം എന്ന് പറയുമ്പോൾ ദാരിക്കൽ ഇൻസാരും ആ ഇറക്കലിൽ ബർക്കത്താക്കപ്പെട്ടായിരിക്കണം. ഇനി മക്കാനാക്കിയാലോ എന്താണ് മക്കാനാക്കുമ്പോൾ റബ്ബി അന്തിലെ മന്ദിരൻ മുബാറക്കൻ അവൽ എന്താണ് ബർക്കത്താക്കപ്പെട്ട സ്ഥലം എന്താണ് അവൽ മക്കാൻ ആ മക്കാൻ ബർക്കത്താക്കപ്പെട്ടതാണ്. ആ ബർക്കത്താക്കപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾ ഇനി ഇറക്കണം. വാന്ത ഹൈറുൽ മുൻസിരീൻ നീ ഇറക്കുന്നതിൽ ഹൈറാവനാകുന്നു. മാതുക്ര ഈ പറയപ്പെട്ടതായ ഒന്ന് അല്ലേ ഹൈറുൽ മുൻസിരീൻ മാതുക്ര ഈ പറയപ്പെട്ടതായ ഒന്നിനെ ഇറക്കുന്നവരിൽ ഹൈറാവനായി പറയപ്പെട്ട ഒന്നിനെ ഇറക്കുന്നവരിൽ ഹൈറാവന. വാന്ത നീ ഹൈറുൽ മുൻസിരീൻ മാതുക്ര ഈ പറയപ്പെട്ടതായ ഒന്നിനൊക്കെ ഇറക്കുന്നവരിൽ ഹൈറാവനാകുന്നു നീ എന്നർത്ഥം. ഇന്ന ഫീ ദാലിക അല്ലാഹു പറയാണ് ഇങ്ങനെ നൂഹ് നബിയുടെ കഥ റസൂലുള്ളാഹി വിവരിച്ചു കൊടുത്തു. ഇന്ന ഫീ ദാലിക ലആയാതിൻ വഇൻ കുന്നാ ലമുബ്തലീൻ. ഇന്ന ഫീ ദാലികൽ മദ്കൂരി അല്ലാഹു പറയും ഈ പറയപ്പെട്ടതിനകത്തുണ്ട് എമ്മിൻ അംരി നൂഹിൻ നൂഹിൻ നബിയുടെ കാര്യത്താൽ വസഫിനതി കപ്പലിൻ്റെ കാര്യവും ഈലാഖിൻ കുഫാരി കാഫിരും നശിച്ചതിനകത്തുണ്ട് ലആയാതിൻ വിശമാൻ ദൃഷ്ടാന്തങ്ങളുണ്ട് ദലാലാത്തിൻ അലാ ഖുദ്റത്തില്ലാഹിത്തആല അല്ലാഹുവിൻ്റെ കഴിവിൽ അറിയിക്കുന്ന ലക്ഷ്യങ്ങളുണ്ട്. വഹിൻ മുഖുന്നാലമുബത്തരീൻ വഹിൻ തീർച്ചയായിട്ടും മുഹബത്തും തകീര. അപ്പോൾ വഹിന്നനെ ഇൻ ആക്കിയതാ. വൈസ്മാ നിശ്ചയായും വഹിന്നുഷായൻ കാര്യം മുകുന്ന ഞങ്ങളായിരുന്നില്ല മുബത്തരീന പരീക്ഷ മുഖ്തബിരിനെ പരീക്ഷിക്കപ്പെട്ടവരിൽപ്പെട്ടവരാ. ഇൻ വഹിക്കുന്ന മുബത്തരീന മുഖ്തബിരിന പരീക്ഷിക്കപ്പെട്ടവരിൽപ്പെട്ടവരാ ഞങ്ങളൊക്കെ. എന്താണ് കൗമി നൂഹിൻ ബിർസാരി ഇലൈഹിം വവഅദിഹി അലാദി ഇന്നാ കുന്നാല മുബത്തരീന മുഖ്തബിരീന കൗമ നൂഹിൻ. അല്ലാഹു പറയാ ഈ കുന്നാ നിശ്ചയമായി നമ്മൾ മുബത്തരീനെ പരീക്ഷിക്കുന്നവരിൽപ്പെട്ടവരാണ് അർത്ഥം വെക്കണം. നമ്മൾ അല്ലാഹു പറയാണ് വഹിൻ കുന്നാ നിശ്ചയം നമ്മൾ മുബത്തരീന പരീക്ഷിക്കുന്നവരിൽപ്പെട്ട മുഖ്തബിരീന പരീക്ഷ നടത്തുന്നവരിൽപ്പെട്ടവരാണ്. ആർക്ക്? കൗമ നൂഹിൻ നൂഹിൻ്റെ ജനങ്ങൾക്ക്. എങ്ങനെ ബിർസാരിയിലെയും അവരിലേക്ക് നബിനെ അയച്ചുകൊണ്ട് പരീക്ഷ നടത്തി. നൂഹ് നബി അവർക്ക് ഉപദേശം ചെയ്ത് കൊടുത്ത് അതൊന്നും ചെതിക്കൊണ്ടില്ല. ആ പരീക്ഷയിൽ അവർ പരാജയപ്പെട്ടു. കുറഞ്ഞ ആളുകളല്ലാത്തവർ പിന്നെ നാം സൃഷ്ടിച്ചുണ്ടാക്കി നിമ്പാഴി അവർക്ക് ശേഷം കർണൻ കോമന്നാകരീന മറ്റൊരു ജനങ്ങൾ. അപ്പം നൂഹ് നബിയുടെ ജനങ്ങൾ ശേഷം പിന്നെ കുറച്ച് ജനങ്ങൾ നമ്മൾ ഉണ്ടാക്കി. അതാരവും ആദും അവർ ആദ സമൂഹമാണ്. നാം അയച്ചു അവരിലേക്ക് റസൂലമിൻ അവരിൽപ്പെട്ട റസൂലിനെ തന്നെ പ്രവാചകനെ അയച്ചു ഹൂദൻ അതായത് നബിന. എങ്ങനെ അയച്ചു? ഏതാണ് ആ നിയമം? ഏത് നിയമാവലിയുമായിട്ട് അയച്ചത്? നിങ്ങൾ അള്ളാഹ് ആരാധിക്കണമെന്ന നിയമാവലിയുമായി. മാരക്കും നിങ്ങൾക്കില്ലാമില്ലായി നോയോ അള്ളല്ലാതില്ല അപരാ തക്കോ നിങ്ങൾ അള്ളാഹ് തക്കോ ചെയ്യുന്നില്ലേ എന്നാണ് ചോദിച്ചത്. അദ്ദേഹം ചോദിക്കുന്നു കാബോ ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? പത്തൊന്നും വിശ്വസിക്കുന്നില്ലേ? അള്ളാഹു ശിക്ഷ നൽകും. അള്ളാഹു ശിക്കായിരുന്നാൽ ആ ഹൂദ് നബി പറഞ്ഞു. എന്നിട്ടോ അതും നിങ്ങൾ അതിനെ സൂക്ഷിക്കണം, നിങ്ങൾ അള്ളാഹിനെ ശ്രദ്ധിക്കണം. എന്നിട്ടോ അദ്ദേഹത്തിന് ജനങ്ങളിങ്ങനെ ഉടക്കി വെച്ചാൽ കൗമി അദ്ദേഹത്തിന് ജനങ്ങളിൽ ഒരു സംഘം ആളുകൾ പറഞ്ഞു അല്ലദീന കഫറു. ഏതാ ജനങ്ങൾ? കാഫിര്യങ്ങൾ അവിശ്വാസികളായ ഒരു സംഘം ആളുകൾ പറഞ്ഞു. അവർ കളവാക്കി ആയെങ്കിൽ ഇപ്പായില്ലാതെ പരലോകത്തെ അഭിമുഖീകരിക്കലിന് കളവാക്കിൻ്റെ പരലോകം സാധനം ഉണ്ടാവില്ല. ഐതിൽ മസീലിയ പരലോകത്തെക്കൂടാതൊരു സാധനമില്ല എന്ന് പറഞ്ഞ ആളുകളാണ് എന്താ പറഞ്ഞത്. വാത്രപ്പനാഹും ദുനിയ ഇങ്ങനത്തെ ആളുകളാണ്. വാത്രപ്പനാഹും നാം അവർക്ക് അനുഗ്രഹം ചെയ്തിരുന്നു. അല്ല പറയാ നഅംനാഹും അവർക്ക് അനുഗ്രഹം ചെയ്തു ദുനിയ ജീവിതത്തിൽ. അങ്ങനത്തെ ആളുകൾ എന്താ പറഞ്ഞത്? അപ്പം വലിയ സമ്പത്തുള്ള ആളുകൾ കുറച്ച് പ്രമാണിമാരായ ആളുകളാണ് നൂഹ് നബിനെതിൽ തുറഞ്ഞു തുള്ളിയതും നൂഹ് നബിൻ്റെ വിശ്വസിക്കാത്ത ചില ആളുകളോട് അവർ വീമ്പടക്കി പറഞ്ഞു. അവൻ നേതാക്കളാണ്. ഒരു പറഞ്ഞത് എങ്ങനെയാ? മാ ആദാ ഇല്ലാ ബശറുൻ. നേരത്തെ നൂഹിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ മാ ആദാ ഇദ്ദേഹമല്ല ഇല്ലാ ബശറുൻ മിത്ലുക്കും. നിങ്ങളെപ്പോലത്തെ പുരുഷനല്ലാതെയല്ല. അപ്പം നിങ്ങളെപ്പോലെ തുരുത്തനായി ഇവനെ പുത്ര മെജോറിറ്റി ഒന്നും നിങ്ങളുടെ ഇടയിലില്ല. യേക്കുരു അവൻ ഭക്ഷിക്കുന്ന ഇമ്മാ തേക്കുരു നിങ്ങൾ മിന്നു ഇമ്മ ഒന്നില്ലെന്ന് ഏക്ക് തേക്കുരുന നിങ്ങൾ ഭക്ഷിക്കുന്നു മിന്നു ആവുന്നില്ലെന്ന്. അപ്പം നിങ്ങൾ ഭക്ഷിക്കുന്നതിന് അവർ ഭക്ഷിക്കുന്നത്. വയസ്സരമ്മ ദശരപൂന മിന്നു നിങ്ങൾ കുടിക്കുന്നതിന് അവൻ കുടിക്കുന്നു. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ അവൻ കുടിക്കുന്നുണ്ട്. പിന്നോ എന്ത് ശ്രേഷ്ഠതയാണത് എന്ന് ഈ ഹൂദ് നബിയുടെ ജനങ്ങളിൽ പ്രമാണിമാർ ആരോട് പറഞ്ഞു? ജനങ്ങളോട് പറഞ്ഞു.
അള്ളാഹ് പറയാ അല്ല അവർ തന്നെ പറയാ അവർ പറയാ ഈ പ്രമാണിമാർ അവിടെ വലഹിന്റെ എന്താണ് ലഹിനുള്ള കസ്മിന്റെ ജവാബായതുകൊണ്ടാണ് വല്ലായിട്ട് കൊടുത്തത്. വല്ലാഹി അള്ളയാണ് സത്യമിന്റെ ജവാബ്. ലഹിൻ അത്തഴത്തും നിങ്ങൾ വൈപ്പെട്ടാൽ ബഷറം മിസ്രക്കും നിങ്ങൾ പോലത്തെ മനുഷ്യൻ വൈപ്പെട്ടാൽ എന്താകും ഇന്നക്കും ഇതല്ല ഹാസൻ, അപ്പം നിങ്ങൾ നഷ്ടപ്പെട്ടവരാകും എന്നാണ് പറയാൻ പോകുന്നത്. അല്ലെ ജവാബ് അതാ. അപ്പോൾ വലഹിൻ വന്നാത്തഴത്തും കസ്മാണ് അതിന്റെ ജവാബ് ഇന്നക്കും ഇതല്ല ഹാസൻ എന്ന് പറഞ്ഞതാണ്. ഇവിടെ ഷർത്തും കസ്മും കൂടി ഒന്നായിട്ടാണ് വന്നത്. കസ്മും ഷർത്തും കൂടി ഒന്നായിട്ട് വന്നാൽ ഏതെങ്കിലും ഒന്നിനെ ജവാബ് പറയാം. ആദ്യം വന്ന് ഇവിടെ കസ്മാണ്, കസ്മിനൊക്കെ ജവാബാണ് കൊണ്ടുവന്നത്. ഇന്നക്കും നേരെ മറിച്ച് എന്താണ് ഇൻ ഷർത്താണ്. ഇന്നിന്റെ ഷർത്തിന്റെ ജവാബാണെങ്കിൽ ഫ ഇന്നക്കും ഫാനെ കൊടുക്കേണ്ടിയിരുന്നു, ഫാനെ കൊടുത്തില്ല. അതുകൊണ്ട് ഇന്നക്കും എന്നുള്ളതായ ആ ജവാബ് ഷർത്തിനും ജവാബിനും ഉള്ളതാണെങ്കിലും അതിന് ഷർത്തിന് അത് എന്താ കസ്മിന്റെ ജവാബാണ്. അപ്പൊ കസ്മിന്റെ ജവാബിനെ തിരിച്ചറിയുക. ഷർത്തിന് ജവാബ് പറയുക. കസ്മിന്റെ ജവാബിൽ ഷർത്തിന് ഫാൻ ഉണ്ടാവില്ല, ഷർത്തിന്റെ ജവാബിൽ ഫാനെ കൊടുക്കും. ഇവിടെ ഫ ഇന്നക്കും ഫാനെ കൊടുത്തില്ല. അപ്പോൾ ഇന്നക്കും എന്ന് പറയുന്നതാണ് വല്ലാഹി എന്ന് പറഞ്ഞതായ ആ കസ്മിന്റെ ജവാബാകുന്നു എന്നാ പറയുന്നത്. ഈ പറയപ്പെട്ട ആയത്തിനകത്ത് തന്നെ കസ്മൻ വ ഷർത്തുൻ, കസ്മും ഉണ്ട്, സത്യമുണ്ട്, ഷർത്തും ഉണ്ട്. എന്താണ് വല്ലാഹി ബാബസ് കസ്മാണ്, ലഹിൻ പറഞ്ഞ ഷർത്താണ്. അപ്പോൾ ഷർത്തുണ്ട്. വൽ ജവാബും കസ്മിനും വേണം ജവാബ്, ഷർത്തിനുമാണ് ജവാബ്. ജവാബിൻ്റെ അപ്പരിമ രണ്ടിൽപ്പെട്ട ആദ്യത്തിനുള്ള ജവാബ്. ആദ്യത്തെ ഏതാണ് വല്ലാഹി എന്നുള്ളതായ ആ കസ്മാണായിട്ട് അതിൻ്റെ ജവാബാണ് ഇന്നക്കും എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് ഫാനെ കൊടുത്തില്ല? ആ കസ്മിൻ്റെ ജവാബ് ഐശ്വര്യമാക്കി മോഹിനിൻ ജവാബി സാനി രണ്ടാമത്തതായ ഷർത്തിന് ജവാബിനൊരു ഐശ്വര്യമാക്കി. ഇവിടെ ഷർത്തിന് ജവാബിൻ്റെ ആവശ്യം വന്നില്ല. ഇന്നക്കും നിശ്ചയമായി നിങ്ങൾ ഇതെന്നപ്പോൾ അത്താഴത്തുമാവൻ ഭയപ്പെട്ടാൽ ലഹാസുവിനെ നഷ്ടപ്രാവശ്യരാകുമായി മോഹിമ പരാജയപ്പെട്ടവരായി മാറുവാൻ അയായതുക്കും. എന്നിട്ടാ പറയുക അയതുക്കും പിതാമിത്തും തുറാബ. എന്നിട്ട് ഈ ജനം പ്രമാണിമാർ പറയുകയാണ് അയതുക്കും അവൻ നിങ്ങൾ വാഗ്ദം ചെയ്യുകയാണോ അന്നക്കും നിങ്ങൾ ഇതാമിത്തും മരിച്ചാൽ വകുത്തും നിങ്ങൾ തുറാബം മണ്ണായി മാറിയാൽ ഇതാമിന് എല്ലായി മാറിയാലും അന്നക്കും മുഹറജുൻ നിങ്ങളെ പുറപ്പെടുക്കപ്പെടുമെന്ന് വഹബറു അന്നക്കും ഹബറ മുഹറന്നക്കും മുഹറജുൻ അത് അന്നക്കും ലൂല അത് അന്നക്കും മുഹറജൂൻ നിങ്ങൾ പുറപ്പെടുക്കപ്പെടുമെന്ന് യാറിപ്പെട്ടത് ഒന്നാമത്തെ അന്നിൻ്റെ. അതായത് അയതുക്കും അന്നക്കും ഇതാമിത്തും അന്നക്കും മുഹറജുൻ. ആ അന്നക്കും ഇതാമത്തും എന്നുള്ള ഒന്നാമത്തെ അന്നിൻ്റെ ജമന ഖബറാണ് അന്നക്കും മുഹറജുൻ എന്നത്. അന്നക്കാര്യത്തെ രണ്ടാമത്തെ അന്നക്കെന്തിനാ വന്നത്? അപ്പം മുഹറജൂൻ എന്ന അന്നക്കും മുഹറജൂൻ എന്നതായ അത് രണ്ടാമത്തെ അന്നക്കുൻ്റെ തൈകില്ല. ഈ രണ്ടാമത്തെ അന്ന ഒന്നാമത്തെ അന്നക്കൾ തൈക്കിയതാണ്. ഫസൽ ദീർഘിച്ചാണ്. ഖബറിൻ്റെയും ഇസ്മിൻ്റെ ഇടയിൽ ഒരുപാട് ഫസൽ ദീർഘിച്ചതിന് വേണ്ടി പിന്നെ രണ്ടാമത് അന്നക്കും തൈകിയതായി കൊണ്ടുവന്നത്. അപ്പം അക്കും മുഹറജൂൻ എന്ന് പറഞ്ഞത് അത് ഈ അന്നക്കും എന്ന് പറഞ്ഞതായ അതിൻ്റെ ജവാബാകുന്നു, അതിൻ്റെതായ ഖബറാകുന്നു. എന്തുകൊണ്ട് അന്ന തൈകിയതാക്കി ഷർത്തിൻ്റെയും അന്നിൻ്റെ ഇസ്മിൻ്റെ ഖബറിൻ്റെ ദീർഘം വന്നതുകൊണ്ട്. വളരെ വിദൂരം ഇസ്മുഫീലാണ് മാദിയാണ് വിമാന മസ്തനത്തിന് വിദൂരത്തായി നിങ്ങളോട് വാദിപ്പെട്ട് വളരെ അകലെ അങ്ങൊരു പുനർജന്മല്ല മക്കളെ. എന്താണത്? മിനല്ലഹരാജി പുറപ്പെടുവിക്കാമൽ ഒരു കബറിൽ നിന്ന് അങ്ങനത്തെ ജീവിതമല്ല. വല്ലാം സാഹിബൻ ബയാൻ ഈ പറയപ്പെട്ടതായ ദിമാന്നല്ലാമുണ്ടാ സാഹിബിയാണ് ബയാൻ പഠിക്കൊണ്ടുവന്നത്. അപ്പോൾ ഈ ജീവിതമല്ല എന്നാ അവർ പറയും. ഈ ജീവിതം മാത്രമേ ജീവിതമുള്ളൂ. ഇല്ല യാതൊരു ദുനിയവിയായ ജീവിതമല്ല, മറ്റൊരു ജീവിതമല്ല. നമ്മൂത്തുരയ്യ നമ്മൾ ഈ ദുനിയാവിൽ വെച്ചിട്ട് നാം മരിക്കുന്നു ജീവിക്കുന്നു, നമ്മളിനെ ജീവിക്കുന്നു മരിക്കുന്നു. അങ്ങനെ അയാത്തബിനായ നമ്മൾ മരിക്കുന്നു, പിന്നെ നമ്മൾ ജീവിക്കുക എങ്ങനെയാണ്? നമ്മുടെ മക്കളയാത്തുക, മക്കൾ പിന്നെ നമ്മളെ മക്കൾ പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ദുനിയവിയായ ജീവിതം, മരണവും ജീവിതവും ഇവിടെ ഉണ്ടെന്നുണ്ട്. ഇങ്ങനെയാണ് ന്യായീകരിക്കുന്നത്. മാനാരിക്കും അപ്പോസിന് നമ്മളിന്ന് പുനർജന്മം നൽകപ്പെടുന്നവരല്ല. ഇന്നുവയമ്മർ റസൂൽ ഈ പ്രവാചകനല്ല. ഇല്ലാറബിനും തറാരുവായ കരുവൻ അള്ളാഹിനെ കള്ളത്തരം ചമച്ചുണ്ടാക്കുന്നതിന് അള്ളാഹ് എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്നും ആ അള്ളാഹിനെ കള്ളത്തരം ചമക്കുന്ന ആളാണ് ഈ പറയപ്പെട്ട കൂടുന്ന പ്രവാചകൻ. മാനഹി മോമിൻ നമ്മൾ അദ്ദേഹത്തോട് വിശ്വസിക്കുന്നില്ല. സത്യത്തിന് വസ്തുനെ പട്ടാങ്ങാക്കുന്നില്ല, വാസമാക്കുന്നില്ല. ബാഴ്ത്തി പുനർജന്മം കൊണ്ട് മരണശേഷം പുനർജന്മം ഉണ്ടാകുന്ന നമ്മൾ വിശ്വാസം തന്നെയല്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൂദ് നബി പറഞ്ഞു. ആര് പറഞ്ഞു? ഹൂദ് നബി പറഞ്ഞു അവർ കളവാക്കുന്ന ഒന്നിനെ തൊട്ട് എന്നെ സഹായിക്കാൻ തമ്പുരാനെ ഹൂദ് നബി ദ്വാരുന്നത് പോലെ ഹൂദ് നബി ദ്വാരുന്നു.
അപ്പോൾ അള്ള പറഞ്ഞു അമ്മ കലീലൻ വളരെ കുറഞ്ഞ കാര്യത്തിനെ തൊട്ട് പിന്നെ സമാനി കാര്യങ്ങളിൽ നിന്ന് കുറഞ്ഞതിനെ തൊട്ട് ഒമ്മാതായില്ല കുറഞ്ഞ കാലങ്ങളെ തൊട്ട് കലീലി കുറഞ്ഞതിനെ തൊട്ട് ഇല്ല യുസ്ലിഹുന്ന യസീറൻ അവരാകും നാദിമീൻ ഖേദിക്കുന്നവരായി മാറും മലാക്കുവിന് കുപ്പിരത്തിൻ്റെ മേൽ തർത്തീം ഒരു കളവാക്കില്ല അടുത്ത് തന്നെ അവർക്ക് അതിൻ്റെ ഖേദം അവർക്ക് പ്രകടമാവും എന്നുള്ള പറഞ്ഞു. അങ്ങനെ അള്ള പറയാണ് അവർക്ക് എന്ത് ചെയ്തു ഉറച്ച ശബ്ദം പിടിവിട്ടു അവരൊന്നായിട്ടൊരു ശബ്ദം വലിയൊരു ശബ്ദം അന്നൊക്കെ ചത്തുപോയി. സൈഹത്തല്ലാതെ ശിക്ഷയുടെ ശബ്ദം ജിബിലിയിൽ ഒരൊറ്റ ശബ്ദട്ടത വലാക്കി നാശത്തിൻ്റെയും എന്താണ് ശിക്ഷ അവർക്ക് ശബ്ദം അവർക്ക് അവരെ പിടിച്ചു കായനെ തമ്മിലാക്കി അത് തന്നെ ഹക്കിനോട് ബന്ധപ്പെട്ട നിലക്കായിട്ട് ഹക്കായ നിലക്കാട്ട് അനുഭവിച്ചു. ഇപ്പം മാക്കും അവരൊക്കെ ചത്തുപോയി. ഇപ്പം ജാലിനാഹും നാം അവരെ ആക്കിയ ഉദാഹരണ ഒക്കത്തിനെന്താണ് തവിട് പൊടിയാക്കി, അതായത് ഉണങ്ങിയ ചൂട്ട് പോലെയാക്കി, ഉണങ്ങിയ പുല്ല് പോലെയാക്കി. ഈ ഉണങ്ങിയ സസ്യ ആക്കി മിസ്രു ആ ഉണങ്ങിയ സസ്യം പോലെയാക്കി ഉണക്കത്തിൽ എന്ന് പറയാ അകലം ഉണ്ടാവട്ടെ മിനർവഹ്മത്തി അനുഗ്രഹത്തെ തൊട്ട് ഈ ഖൗമിൽ അൽ മുഖത്തിന് ഈ കളവാക്കിയ ളാലിമീങ്ങളായ ജനങ്ങൾക്ക് എന്താണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോട്ട് വിദൂരം ഉണ്ടാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.